ഹലോ. അപ്പോൾ സത്രത്തിൻ്റെ വേറെ ദിവസമായിരുന്നു. ഞാൻ നേരെ എൻ്റെ പണികളൊക്കെ ചെയ്ത് തീർത്തിട്ട് പോയത് നമ്മുടെ ഏലൂർ ബിജുവിൻ്റെ സോപാന സംഗീതം കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്നത്തെ ദിവസം അദ്ദേഹമാണ് അവിടെ സോപാന സംഗീതം പാടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കൂടെയുള്ളത് അഖിൽ എന്ന് പറയുന്ന കുട്ടിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്താണെങ്കിലും വളരെ നല്ല പരിപാടിയായിരുന്നു. ആൾ പാട്ട് പാടാൻ തുടങ്ങുന്നതിന് മുന്നേ, അതായത് സോപാന സംഗീതം പാടാൻ തുടങ്ങുന്നതിന് മുന്നേ സോഷ്യൽ മീഡിയയെ പറ്റിയിട്ടൊരു കാര്യം പറയണ്ടായി. എനിക്കും അത് ശരിയായിട്ട് തോന്നി. സോഷ്യൽ മീഡിയ കാരണം ആളുടെ സംഗീതത്തിനും ആളുടെ കൃതികൾക്കൊക്കെ നല്ല പോപ്പുലാരിറ്റി കിട്ടുകയും അത് മാത്രമല്ല ഇന്നത്തെ ജനറേഷൻ സോപാന സംഗീതത്തെ പറ്റി അറിയാൻ തുടങ്ങിയും അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു എന്ന് പറയുകയുണ്ടായി. നമുക്കിഷ്ടമുള്ള കുറേ പാട്ടുകൾ ആൾ പാടിയിട്ടോ. അജിത ഹരേജയ അടക്കം ഒരുപാട് പാട്ടുകൾ ആൾ പാടി. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ശരി, ടാറ്റാ.